അബ്രഹാം വിറകുകളെ പെറുക്കി അടുക്കി, മകന്റെ കൈകാലുകൾ കെട്ടി ഇസഹാക്കിനെ എടുത്ത് യാഗപീഠത്തിന്റെ മേൽ കിടത്തി. വിറകടുക്കുമ്പോഴും മോറിയാമല മുഴുവൻ നടന്ന് കല്ല് പെറുക്കുമ്പോഴും ഈ അബ്രഹാം മുൾപ്പടർപ്പിൽ കിടന്ന ആട്ടുകൊറ്റനെ കാണുന്നില്ല. മുൾപ്പടർപ്പിൽ ആട്ടുകൊറ്റൻ പ്രത്യക്ഷപ്പെടുകയല്ല, ദൈവം കരുതി വെച്ചിരിക്കുകയാണ്. പക്ഷെ അബ്രഹാമിന് ഒരിക്കലും ആട്ടുകൊറ്റനെ ആ മല മുഴുവൻ നടന്ന് കല്ല് പെറുക്കിയിട്ടും ആ ആടിന്റെ ശബ്ദം കേൾക്കാനോ ആ ആടിനെ കാണാനോ പുള്ളിക്ക് പറ്റിയില്ല. ഞാൻ ഇങ്ങനെ പറയുന്നു, ഒരു പക്ഷേ ഈ മുൾപ്പടർപ്പിന്റെ മൂട്ടിന്ന് വരെ ചുവട്ടിൽ നിന്ന് വരെ പുള്ളി കല്ലും പറക്കിക്കൊണ്ടുപോയി, പക്ഷെ ആടിനെ കാണുന്നില്ല. കർത്താവ് നിന്നോട് പറയുന്നു, നിന്നെ ചിലതൊക്കെ കാണിക്കാൻ ഒരു സമയം ദൈവം വെച്ചിരിക്കുക. കല്ലുകൾ പെറുക്കി യാഗപീഠത്തിന്റെ മേൽ വെച്ചു, ഇസഹാക്കിനെ പിടിച്ച് കിടത്തി. അബ്രഹാം കത്തി ഊരി. നിങ്ങൾക്കറിയാമോ, ഈ അബ്രഹാം ആടുകളെ യാഗം കഴിച്ചിട്ടുണ്ട്. ആടുകളെ യാഗം കഴിക്കണമെങ്കിൽ അതിന്റെ മാറ് പിളർന്ന് അതിനെ പെർഫെക്റ്റ് ആയിട്ട് വേണം യാഗം കഴിക്കാൻ. അബ്രഹാം ഒരിക്കൽ യാഗം കഴിച്ചപ്പോൾ ഇച്ചിരി ഉഴപ്പ് കാണിച്ചു, കൃത്യമായിട്ട് അത് ചെയ്തില്ല. ആ ചെയ്യാത്ത കാരണം കൊണ്ട് റാഞ്ചൽ പക്ഷി ഇറങ്ങി വന്നു. അബ്രഹാം കൃത്യമായി യാഗം കഴിക്കുന്ന ആളാണ്, വർഷങ്ങളായിട്ട് എക്സ്പീരിയൻസ്ഡ് ആണ്. ഈ അബ്രഹാം കത്തി ഊരിയാൽ വിതിൻ 2 സെക്കൻഡ് ഇങ്ങനെ ആഞ്ഞു കുത്തി മാറ് പിളർക്കാൻ വിത്തിൻ 2 സെക്കൻഡ് കല്ല് പെറുക്കാൻ ചിന്തിച്ചേ. ഞാൻ എൻ്റെ ഭാവനയിൽ പറയുകയാണ്, കല്ല് പെറുക്കാൻ 2 മണിക്കൂർ, വിറകടുക്കാൻ 1/2 മണിക്കൂർ. പക്ഷേ ഇതിനെല്ലാം ഒത്തിരി സമയമെടുത്ത അബ്രഹാം ചെയ്തേ. പക്ഷെ കത്തി അരയിൽ നിന്ന് ഊരി മാറ് പിളർക്കാൻ 2 സെക്കൻഡ്, 1, 2 എന്ന് പറയുന്ന സമയം കൊണ്ട് കുത്തു വീഴും. 1, 2 എന്ന് പറയുന്ന സെക്കൻഡ് കൊണ്ട് കുത്തു വീഴും. പക്ഷേ 1 മണിക്കൂർ കൊണ്ട് കല്ല് പെറുക്കുമ്പോൾ മിണ്ടാത്ത ദൈവം, 1/2 മണിക്കൂർ കൊണ്ട് വിറകെടുക്കുമ്പോൾ മിണ്ടാത്ത ദൈവം, കത്തിക്കും ഇസഹാക്കിനും ഇടയിൽ കയറുന്ന ടൈമിംഗ്.